എൻ്റെ വെള്ളക്കൂവ കൃഷി ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളിപ്പം നട്ടിട്ട് 3.5-4 മാസമായ എൻ്റെ വെള്ളക്കൂവയാണ് ഈ നിൽക്കുന്നത്. 3 ഇനങ്ങളിൽ, അതായത് വെള്ളക്കൂവ, നീലക്കൂവ, മഞ്ഞക്കൂവ എന്നിനങ്ങളിലുണ്ടെങ്കിലും ഞാൻ വെള്ളക്കൂവയാണ് കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ കിഴങ്ങും ഭക്ഷ്യയോഗ്യമാണ്. ആയതിനാൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങും കുറച്ചുകൂടെ ഈസിയാണ്. വളരെ ഈസിയാണെന്നല്ല ഞാൻ പറയണത്, പ്രോസസ്സിങ്ങിന് മറ്റു രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഇലയും ഔഷധ ഗുണമുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു. കൂടാണ്ട് ഞാൻ എൻ്റെ ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൽ ഒരു വിഭവം കൂടെയാണ് ഈ ഇല. ഈ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ഗോമൂത്രവും പിന്നെ കിരിയാത്തും കൂടെ 7 ദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തു നിന്ന് അരിച്ചെടുക്കുന്ന ലായനി നമ്മളുടെ ഓർഗാനിക് ഒക്കെ ആയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ കൃഷിയിൽ നമ്മൾ ഇടവേള കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത് കണ്ടോ, ഇതിനിടയ്ക്ക് നമ്മൾ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് കിളിച്ച് കയറി വരുന്ന സമയത്തേക്ക് നമുക്ക് വെണ്ടയും അത്യാവശ്യം വിളവ് തന്നു. അങ്ങനെ ഒരു മിക്സഡ് ഫാമിങ്ങിലാണ് ഞാനത് ചെയ്യുന്നത്. വെണ്ട മാത്രമല്ല ചെയ്യുന്നത്, ദാണ്ട് ഇവിടെ പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദാണ്ട് അവിടെ പാവൽ, അങ്ങനെ പല വ്യത്യസ്ത വിളകൾ കൊണ്ട് സമ്പന്നമാണ് എൻ്റെ ഈ കൃഷി രീതി. അപ്പം എൻ്റെ ഈ പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അതുപോലെ www.v1organic എന്ന വെബ്സൈറ്റിലുണ്ട്. കൂടാണ്ട് തിരുവനന്തപുരത്തുള്ള കെയ്ര അഗ്രോ ഷോപ്പുണ്ട്, കേക്കോടെ, അവിടെയുണ്ട്. പിന്നെ കേരള അഗ്രോ ബ്രാൻഡഡ് ആണ് എൻ്റെ പ്രോഡക്റ്റ്. അതും കൂടാണ്ട് പുനലൂരിലുള്ള ചെറുകിട വിപണന കേന്ദ്രം വഴിയും പുനലൂരിലെ വെറൈറ്റി ലേഡീസ് കളക്ഷൻ എന്ന സ്ഥാപനത്തിലും നമ്മളുടെ ഈ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട്. അപ്പം നമ്മൾ 6.5 ഏക്കറിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ പ്രോസസ്സിങ് ചെയ്തെടുത്തിട്ടുള്ള ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ കിസാൻ കൃഷി ദീപത്തിൽ 1088 എപ്പിസോഡിൽ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9745095198 എന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനും നിങ്ങൾക്കിത് കൂവപ്പൊടി വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും ശുദ്ധമായ 100% ശുദ്ധമായിട്ട് സ്റ്റാർച്ച് മാത്രം എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് രീതിയാണ് എനിക്കുള്ളത്. ഓക്കെ.